വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾക്ക് 3 പീടികയിൽ സ്വീകരണം നൽകി. 3 പീടിക, പെരിഞ്ഞനം, കാളമുറി, എസ്എൻപുരം എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം. 3 പീടിക വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് PM റഫീഖ് അധ്യക്ഷത വഹിച്ചു. നമുക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ സംഘടനാ പരിധിയും സംഘടനാ പ്രവർത്തനങ്ങളും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന രൂപത്തിലുള്ള എല്ലാവിധ പരിപാടികളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അണികളാണ് നമുക്ക് ഇന്നും ഇതിക്ക് മുമ്പും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ടും നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും. ഭാരവാഹികൾക്ക് വിവിധ യൂണിറ്റ് പ്രതിനിധികൾ പൊന്നാടയണിയിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോർജ് കുറ്റിച്ചാക്കോ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അണികളാൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവം തന്നെയാണ്. അംഗീകാരമില്ലാത്ത, അണികളില്ലാത്ത നേതാവ് എന്ന് പറയുന്നത് നേതാവ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, കാര്യം കൊണ്ടുണ്ടാവില്ല. പക്ഷെ വ്യാപാരികളുടെ നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ എന്ന് പറയുന്നത് 10,000-കണക്കിന് ആളുകളുടെ പിന്തുണയുള്ള നേതാക്കളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പ്രതിപാദിച്ചു സ്വാഗത പ്രസംഗങ്ങളും അധ്യക്ഷനുമൊക്കെ ജില്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് ഞാനതിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമുള്ളൂ. നമുക്കറിയാം, ജനാധിപത്യ മൂല്യത്തെ ഏറ്റവും കൂടുതലായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പെരിഞ്ഞനം ചക്കരപ്പാടം ശ്രീ സരസ്വതി വിദ്യാനികേതനിൽ സാഹിത്യ സമാജത്തിന്റെ ഉദ്ഘാടനം കഥാകൃത്ത് രാജൻ കോട്ടപ്പുറം നിർവഹിച്ചു. ജീവിതത്തിന്റെ നൈർമല്യാവസ്ഥയാണ് സത്യത്തിൽ ഞാൻ അനുഭവിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണോ വരുന്നത് എന്നാണ് എനിക്ക് സംശയം. പല സ്കൂളുകളിൽ ഞാൻ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണോ ഞാൻ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവിടെ സ്വാഭാവികമായും ഇവിടെ ആദ്യമായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന ഒരു എഴുത്തുകാരൻ നിലയിൽ, കുട്ടികൾക്ക് വേണ്ടി കഥകളും കവിതകളും നോവലും എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ കഥകളും കവിതകളും ബാലഭൂമിയിലും കളിക്കൊടുക്കുകയും അതേപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. വിദ്യാരംഗം സാഹിത്യവേദി പോലെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, മക്കളെ ഇഷ്ടം എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. അങ്ങനെ പറയും, അമ്മയോടാണ് സ്നേഹം എന്ന് പറയും. ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരച്ഛനാണ് ഞാൻ. മാതൃവന്ദനമാണല്ലോ രണ്ടാമത് പ്രാർത്ഥന. ആ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾ, അമ്മയെ സ്നേഹിച്ചാൽ നിങ്ങൾ ആരെയും കൂട്ടുകാരെ സ്നേഹിക്കാൻ കഴിയും, നിങ്ങൾക്ക് നാടിനെ സ്നേഹിക്കാൻ കഴിയും. പ്രധാനാധ്യാപിക A ധന്യ അധ്യക്ഷയായിരുന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് പ്രൊഫസർ KV സുബ്രഹ്മണ്യൻ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ രാജേഷ് നാരായണൻ നിർവഹിച്ചു. അത് പറയുന്ന സ്കൂളുണ്ട്, ടോമോ സ്കൂൾ എന്ന് പറയുന്നത്. പക്ഷേ ടോമോ സ്കൂളാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ ചടങ്ങുകൾ മുഴുവൻ സാധാരണ നമ്മൾ കണ്ടുവരുന്ന സാധാരണ സ്കൂളുകൾ നിരന്തരമായി പലതരത്തിലുള്ള ചടങ്ങുകൾ വളരെ സ്ഥാപിതമായ രീതിയിൽ നടക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികളെ വളരെ സർഗാത്മകമായ തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള ചടങ്ങാണ് ഇവിടെ നടന്നത്. ഈ ടോമോ സ്കൂൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. പക്ഷെ നമ്മള് ഓട്ടോച്ചാൻ വായിച്ച ആൾക്ക് അറിയാൻ പറ്റും, ടോമോ സ്കൂളിൽ പഠിക്കാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചു. കാരണം ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞാൽ
കൃതി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? PTA പ്രസിഡന്റ് PB സജീവൻ അധ്യക്ഷനായി. PK ചന്ദ്രിക, PS സജി, PK സുകന്യ, KB ബീന, MD സന്തോഷ്, AM ഭവാനി എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ നാടകം വഴിമാറുന്ന വസന്തങ്ങൾ കുട്ടികൾ അവതരിപ്പിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ പാനൽ വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. KG ഗോപാലകൃഷ്ണൻ, PK പീതാംബരൻ, പ്രീതി അജിത്, KK ശശിധരൻ, സുബൈർ തങ്ങൾ, ഗിരിജ, മിനി രാജീവൻ, ലതാ മനോഹരൻ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം വെസ്റ്റിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KV ചന്ദ്രൻ, TU ഗോപിനാഥൻ, KK മോഹൻദാസ്, സരള മോഹനൻ, KR ആര്യമാവ്, KS പങ്കജാക്ഷൻ, VD മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ യജ്ഞത്തിന് തുടക്കമായി. ദിവസവും രാവിലെ 5:30 ഗണപതി ഹോമം, 7 മൃത്യുഞ്ജയ യജ്ഞം എന്നിവ നടക്കും. പ്രതിഷ്ഠാദിനമായ 12 രാവിലെ 5 നിർമാല്യം, ഗണപതി ഹോമം, 7 ഉഷപൂജ, 8:30 പന്തീരടി പൂജ, 9 ശാസ്താവിന് നെയ്യഭിഷേകം, തുടർന്ന് വിശേഷാൽ പൂജ, 10:30 നവകം, പഞ്ചഗവ്യം, 12 പ്രസാദ ഊട്ട്, വൈകിട്ട് 7 ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, അത്താഴപൂജ എന്നിവയാണ് പ്രധാന പരിപാടികൾ. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിലേക്ക് ഉച്ചഭക്ഷണ വിപുലീകരണ ഫണ്ടായ 50,000 രൂപയും സ്കൂൾ വാഹന ഫണ്ടായ 10,000 രൂപയും കൈമാറി. ഗീതാഗോപി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കളറുള്ള ഭംഗിയുള്ള ബാഗ്, നോട്ട്ബുക്സ്, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഇവിടെ വിതരണം നടത്തണം. ഈ സ്കൂളിന്റെ വാഹന ഫണ്ടും ഉച്ചഭക്ഷണം, അതുപോലെ തന്നെ കരിമ്പള്ളി രാമൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ സഹായ ഫണ്ട് വിതരണവും പഠനോപകരണ വിതരണവുമാണ് ഇന്ന് നമ്മൾ ഈ മെറിറ്റ് ഡേയിൽ ഈ സ്കൂളിന് വേണ്ടി നടത്തുന്ന പൊതുപരിപാടികൾ. സ്കൂളിന്റെ എല്ലാ വർഷത്തുള്ള ഈ സ്കൂളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വികസന സാധ്യത വളരെയധികം സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഒരു PTA അധ്യാപകരും ആണ് ഈ സ്കൂളിൽ നിലനിൽക്കുന്ന എന്നുള്ള വസ്തുത വളരെ കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ആ പൊതു സാമൂഹ്യ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ തീരദേശ മേഖലയില് തങ്ങളെ കൊണ്ടാവുന്ന സഹായങ്ങൾ ഈ സമൂഹത്തിൽ വളരുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ നൽകാവുന്ന. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ, PTA പ്രസിഡന്റ് KB ഹംസ, പ്രധാനാധ്യാപിക TA ബേബി, വലപ്പാട് AO AB ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ചരമവാർത്തകൾ. ചളിങ്ങാട് പള്ളിനട പട്ടത്ത് ശങ്കരൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. അമ്മുക്കുട്ടിയാണ് ഭാര്യ. സുബ്രഹ്മണ്യൻ, ശേഖരൻ, ശിവരാമൻ, ബാബു എന്നിവർ മക്കളും റീന മരുമകളുമാണ്. ചന്ദ്രാപിന്നി ഈസ്റ്റ് ചാലിശ്ശേരി തോമസിന്റെ ഭാര്യ ലില്ലി നിര്യാതയായി. 62 വയസ്സായിരുന്നു. വിജി, ഷാജു, മിനി എന്നിവർ മക്കളും ബാബു, സവിത, ഷാജി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17 മതിലകം പുതിയകാവിൽ മിനി ടെമ്പോ നിയന്ത്രണം വിട്ട് മരത്തിലും മതിലിലും ഇടിച്ച് ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു. കയ്പമംഗലം ചാപ്പള്ളിപ്പുറം മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഭാരവാഹികൾക്ക് 3 പീടികയിൽ സ്വീകരണം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.